ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ, റാഹത്തല്ലേ? അപ്പം ഞാനും മക്കളും ആദ്യമായിട്ട് പ്രിയദർശിനി സൗജന്യ യാത്ര പുറപ്പെട്ടിട്ടോ. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. എന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ? നമുക്കൊരു പൈസയും കൊടുക്കണ്ടല്ലോ എന്ന്. പക്ഷെ സീറ്റിലിരിക്കുമ്പോൾ എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൈസ കൊടുക്കാതെ ഇരിക്കുമ്പം പൈസ കൊടുത്തിട്ട് നിൽക്കണ കുറേ ആണുങ്ങളില്ലേ, അപ്പം അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം. പക്ഷേ എണീച്ച് കൊടുക്കാനായിട്ട് വയ്യ. ഇവിടുന്ന് അവിടെ വരെ 2.25 മണിക്കൂറുണ്ട്. 2.25 3 മണിക്കൂർ തന്നെ ഉണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വരെ. അപ്പം അത്രയും ടൈം നമ്മൾക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബസ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് കയറാം കേട്ടോ. ഇവിടെ തേൾപ്പാറ, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് വീഡിയോ കണ്ട് പരിചയം ഉണ്ടാവും. തേൾപ്പാറ ഹോസ്പിറ്റലൊക്കെ ഉള്ള ഞങ്ങൾ വീടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി. 10 മിനിറ്റ് നടന്നാൽ ആ തേൾപ്പാറ അങ്ങാടിയിലെത്തും. ഞങ്ങൾ മറ്റേ ഹെൽത്ത് സെൻ്ററൊക്കെ അവിടെയുള്ള തേൾപ്പാറ. ഇതേപോലെ എന്താ പറയുക, റേഷൻ പീടിയൊക്കെ തേൾപ്പാറയാണുള്ളത്. അപ്പോൾ ഇവർ തേൾപ്പാറ മുതൽ ചേവായൂർ വരെ എന്നിട്ട് അടിച്ചത്. ഞങ്ങൾ മെഡിക്കൽ കോളേജാണ് പറഞ്ഞത്, പക്ഷെ ഒരു ചേവായൂർ നിന്ന് അടിച്ചത്. അതിൽ പുതിയ കണ്ടക്ടറാണ് കേട്ടോ, ഒരു പെണ്ണ് അതിലുണ്ടായിരുന്നത്. അപ്പം ഡ്രൈവർ ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ. ഡ്രൈവറെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടക്ടർ പിന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, അപ്പോൾ ഓരോ ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ ചാനലൊക്കെ സബ്ബാക്കിയിട്ടുണ്ട് കേട്ടോ. ആ പെൺകുട്ടീൻ്റെ താത്തയാണോ അനിയത്തിയാണോ എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു സ്വഭാവമുള്ളൊരു കണ്ടക്ടർ കേട്ടോ. ഇനിയും യാത്ര ചെയ്യണം. അപ്പോൾ ഞാൻ പോണത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. രാജൂസിന് പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോണേ. അല്ലെങ്കിൽ നമ്മളിവിടെ എവിടെയെങ്കിലും പ്രൈവറ്റിൽ പോയിട്ട് റൂട്ട് കനാൽ ചെയ്യണം. അതിന് എന്തായാലും അത്യാവശ്യം പൈസ ആവും. അപ്പോൾ ഞാനെല്ലാം മെഡിക്കൽ കോളേജിലും നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കുക, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ. എല്ലാം അങ്ങനെ തന്നെയാണ് കാണിക്കൽ കേട്ടോ. കൂടെ പോകുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. ഈ ബസ് പോകുന്നത് പിന്നെ നിലമ്പൂരിലേക്കാട്ടോ. നിലമ്പൂർ പോയിട്ട് പിന്നെ അരീക്കോട് പോയിട്ട് മെഡിക്കൽ കോളേജിൽ പോയി ടൗണിലേക്കാണ് പോവുക. പിന്നെ വേറെ ഏതോ റൂട്ടിനാന്ന് തോന്നുന്നു പോവുക. പിന്നെ രാവിലെയാണ് ഈ ബസ് തിരിച്ചു വരുള്ളൂ. അങ്ങനെ വഴിയിൽ നല്ല പൂക്കളും ചെടികളൊക്കെ ഉണ്ടായിനി. അപ്പോൾ റൂട്ട് കനാൽ ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മളങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണേ. പിന്നെ വൈകുന്നേരം ഫ്ലെക്സുകളാണ് കേട്ടോ. ഞാൻ ഇതിനോട് യോജിക്കുന്ന ഒരാളല്ല കേട്ടോ. ഈ ഫ്ലെക്സ് വെക്കണോണ്ട് നമുക്ക് ഇവരൊക്കെ മുഖങ്ങൾ തിരിച്ചറിയാം. പക്ഷേ ഇത്രയും പൈസ മുടക്കി ഫ്ലെക്സൊക്കെ വെക്കുന്ന നേരം കൊണ്ട് ആ ഒരു പൈസ എത്ര വൃദ്ധസദനങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുണ്ട്, എത്ര കഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ ഈ ലോകത്തുണ്ട്. ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പുണ്യം നേടാലോ. ഫ്ലെക്സ് വെക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസത്തെ ഒരു കാര്യമില്ല. പിന്നെ 4 വർഷം കൂടുമ്പോഴാണ് എന്നായിരിക്കും ഓരോ ന്യായം പറയൽ. പിന്നെ നമ്മളതിനെക്കുറിച്ചിട്ട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാട്ടോ, എന്നോട് ആരും വിരോധം തോന്നരുതേ. അങ്ങനെ നിലമ്പൂർ സ്റ്റാൻഡിലേക്ക് ബസ് എത്തി. ഏകദേശം ഒരു 10:45 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയമാകുമ്പോഴേക്കും എത്തിയാൽ മതി. മെഡിക്കൽ കോളേജ് പല്ലിൻ്റെ ഒപ്പിക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാട്ടോ. പിന്നെ അവിടുത്തെ ഒരു പ്രൈവസി ബാധിക്കും വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നും വീഡിയോ വല്ലാണ്ട് എടുത്തിട്ടൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ ഒരു പ്രൈവസി ഉള്ള സ്ഥലമല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നിലമ്പൂർ KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഈ ബസ്സിൽ മുന്നേ ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷേ KSRTC സ്റ്റാൻഡിലേക്ക് അന്ന് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ KSRTC സ്റ്റാൻഡിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ബസ്. ഒരുപാട് സ്ത്രീകൾ കയറിയിട്ടുണ്ട് കേട്ടോ. ബസ് തിരക്കായിരുന്നു. അതും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. പല ആൾക്കാരും അങ്ങനെ വീഡിയോ എടുക്കണേ ഞാൻ കാണലുണ്ട്. പക്ഷേ എനിക്കെന്തോ ഒരു വിഷമമാണ്. ഓരോ പ്രൈവസി നമ്മൾ അതിൽ കടക്കാൻ പാടില്ലല്ലോ. അജൂസിന് ഈ മല ഭയങ്കര ഇഷ്ടമായിട്ടോ. അമ്മച്ചി ആ വീഡിയോ എടുക്കുക പറഞ്ഞാണ്ട് ഇന്നങ്ങനെ എൻ്റെ അടുത്ത് പോകുമ്പോഴും വരുമ്പോഴൊക്കെ അജുവായിട്ട് ഇരുന്നുണ്ടായിനി. ഇപ്പോൾ വരുമ്പോൾ ലാസ്റ്റ് ബസ് കയറിയപ്പോൾ മാത്രം ഐഷു എൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളൂ. ബാക്കി ഓക്ക് വേറെ ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ ഇരിക്കാനേനി ഇഷ്ടം. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരോളം എവിടെ ഇരുന്നതെന്നൊക്കെ. അങ്ങനെ ഒരുപാട് പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും അമ്പലങ്ങളും ഒക്കെ താണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത്. എനിക്കെല്ലാം പുഴകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലെക്സ് നിങ്ങൾ കണ്ടില്ലേ, എത്ര ഫ്ലെക്സാണ് എവിടെ നോക്കിയാലും ഫ്ലെക്സ്. എത്ര രൂപ ചിലവാക്കിയിട്ടാണ് ഫ്ലെക്സ് വെക്കണേ. അങ്ങനെ കുഴിമന്തി കണ്ടപ്പോൾ എൻ്റെ അജൂസ് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മന്തി വാങ്ങണം കേട്ടോ എന്ന്. അങ്ങനെ കുറേ മുന്നൊക്കെ ഞാൻ വാങ്ങിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മന്തി മക്കൾക്ക്. അങ്ങനെ ഇപ്പം ഞാൻ വല്ലാണ്ട് അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കലില്ല. പിന്നെ ഇന്നലെ എനിക്കുണ്ട് ഈ മന്തി കേട്ടോ നമ്മൾ മനസ്സ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ ഉണ്ട് ഒരു താത്ത വോയിസ് അയച്ചിട്ട് ഇങ്ങനെ പൈസ അയച്ചു തന്നിട്ട് പറയുന്നുണ്ട്
മക്കൾക്ക് ഒയ്യൊക്കെ കൂടെ കൂടിയിട്ട് ഷവർമ്മ വാങ്ങി കഴിക്കണം കേട്ടോ. ആ വോയിസ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതിനുണ്ട് കേട്ടോ. അത് താത്താക്ക് അറിയാതെ താത്തയെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഓരോ നമ്മൾ ഇതാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പല്ലിൻ്റെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു കേട്ടോ. ഹോസ്പിറ്റലാകെ മാറി, പച്ചയും വേറൊരു കളറും ആയിരുന്നു ഹോസ്പിറ്റലിന്. ഇപ്പം കളറ് മാറിയിട്ടോ, നല്ല ഭംഗിയുണ്ട്. എന്താണ് ഓരോ മാറ്റങ്ങൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഉണ്ട്. ഇപ്പം പല്ലിൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് ഒരുപാടായിന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അജൂസിനെ കാണിക്കാൻ വേണ്ടി അവിടെ ഷീറ്റ് കൊടുത്തതിൻ്റെ ശേഷം ഇവർ പറഞ്ഞു, ഇമ്മച്ചി വിശക്കുന്നുണ്ട് എന്തെങ്കിലും വാങ്ങിത്തരുമോയെന്ന്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ വേറൊരു ജ്യൂസ് അവർക്ക് വാങ്ങി അങ്ങനെ കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ ഇളനീര് വേണോ ജ്യൂസ് വേണോ പറഞ്ഞപ്പോൾ അവർക്ക് രണ്ടാൾക്കും ജ്യൂസ് മതി പറഞ്ഞ്. അങ്ങനെ പിന്നെ ആ ജ്യൂസ് വാങ്ങി കൊടുത്ത് ഞാനൊരു ഇളനീ വെള്ളം കുടിച്ച് ഞങ്ങൾ അവിടെ ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുട്ടിയുണ്ട്, ഇത് എന്താ പറയുക, ഈ ബോട്ടിലില്ലേ തട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. കുറേ നേരം നോക്കി. ലാസ്റ്റ് ഞാൻ വെച്ച് ഒരു വീഡിയോ എടുത്താലോ കുട്ടി കളിക്കുന്നതെന്ന്. പിന്നെ ഞങ്ങൾ എത്രയും അവിടെ നിൽക്കുക വിചാരിച്ചിട്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടോ. അതാണ്ടോ നല്ല തിരക്കാട്ടോ, പെരും തിരക്കാണ്. ഞങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് എക്സ്റേ എടുക്കണം, അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരാനും മരുന്നൊക്കെ എഴുതി തന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടോ. അതോട്ടെ നമ്മൾ ഹോസ്പിറ്റല് എൻട്രി ഭാഗം കാഷ്വാലിറ്റി ആദ്യം. അപ്പോൾ അജുവി ഐഷ്യും പറയുന്നു, ഇപ്പച്ചിക്ക് വയ്യായിട്ട് ഈ ഒരു സ്ഥലത്തേക്കല്ലേ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടേന്, കാഷ്വാലിറ്റി കണ്ടപ്പോഴേ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതാട്ടോ മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു മെഡിക്കൽ കോളേജ് കാണാത്ത വളരെ ചുരുക്കം ആൾക്കാരേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ തിരിച്ചും അജുവയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. ആ പറയുന്നൊരു വീഡിയോ ആണ് അത് കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം ബീച്ചിൽ പോയി ഇരിക്കുക വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. അവിടെ നിന്ന് ഇന്നൊരു 3-4 ആൾക്കാരെങ്കിലും കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ വ്ളോഗറല്ലേ, നിങ്ങളെ വീട് പണി എന്തായി, വീഡിയോ കാണലുണ്ട് കേട്ടോ എന്നൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ ചില്ലിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും തിന്നാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ കാടമുട മാത്രമേ വാങ്ങി കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പിലിട്ട എന്തോ ഒന്നും കൂടിയും കൊടുത്ത്. അങ്ങനെ പിന്നെയും ഞങ്ങൾ പാളയം സ്റ്റാൻഡിലേക്ക് കുറച്ച് നേരം ബീച്ചിൽ ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ. പിന്നെ പാളയം സ്റ്റാൻഡിലേക്ക് പോയപ്പോണ്ട് പ്രിയദർശിനി വീണ്ടും, അതും ഞാൻ വന്ന പോലത്തെ തിരിച്ചു പോകാനുള്ള ബസ് കേട്ടോ. മുക്കം വഴി ഞാൻ പോവാറില്ല, മുക്കം വഴി പോകുമ്പോൾ ഒരുപാട് ഇരിക്കണം. അപ്പോൾ ചെറുവാടി അരീക്കോട് നിലമ്പൂർ ബസ് കിട്ടിയിട്ടോ. ഭാഗ്യം, നിലമ്പൂർ വരെ ഈ ബസ് പോകും. എൻ്റെ വീടിൻ്റെ അവിടേക്കുള്ള ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ, വരുമ്പല്ല. അപ്പോൾ ഞാൻ പാളയത്തുനിന്ന് കോഴിക്കോട് ടൗണിൽ നിന്ന് കോഴിക്കോട് നിലമ്പൂർ വരെ എത്തിയിട്ടോ. കോഴിക്കോട് നിന്ന് നിലമ്പൂർ വരെ എത്തി. അവിടുന്ന് പിന്നല്ലേ ഞങ്ങൾക്ക് തേൾപ്പാറയ്ക്ക് ഒരു KSRTC ഉണ്ട് കേട്ടോ, തൃശ്ശൂർക്ക് പോണത്. അത് മറ്റേ ഫ്രീ യാത്രയല്ല. അപ്പോൾ ഇതിൽ ഞങ്ങൾ 30 എത്രയോ പൈസ കൊടുത്തെങ്ങാണ്ടാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. എനിക്ക് 31, അജുവക്ക് പകുതി പൈസ, 40 എത്രയോ. അപ്പോൾ ആ പൈസ കൊടുത്തിട്ട് ഐശുവിന് പൈസ വാങ്ങിയില്ല, ഒരു അജുവക്ക് മാത്രം ഹാഫ് ടിക്കറ്റ് വാങ്ങി. രണ്ടാൾക്കും ഹാഫ് ടിക്കറ്റും എനിക്ക് ഫുൾ ടിക്കറ്റും അങ്ങനെ വാങ്ങിങ്ങാണ്ട് ഞങ്ങൾ തേൾപ്പാറയ്ക്ക് പോന്നു കേട്ടോ. ഇരുടായിട്ടുണ്ടായിരുന്നു, നല്ല ഇരുടായിട്ടുണ്ടായിരുന്നു കേട്ടോ ബസ്സിലെ യാത്ര. അങ്ങനെയാണ് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നത്, വാതിൽ പിന്നെ ഒരു മെസ്സേജ് അയച്ചെന്നല്ലാത്ത സാധനം ഇവിടെ എത്തിയിട്ടില്ലേ, എത്തും, നിങ്ങൾ ആരും തിരക്ക് വിട്ടില്ലേ, എത്രയോ പ്രാവശ്യം അറിയാം എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണേ. പിന്നെ അതേപോലെ ഐഷു അജുവി എത്രയിലാന്ന് വീണ്ടും വാട്സപ്പിൽ വന്ന് ചോദിക്കണവരുണ്ട്. ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, അജുവ 7ലും ഐഷ 6ലും ആണ്. പിന്നെ എനിക്ക് ജോലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ഈ പ്രൊഡക്റ്റുകൾ വിൽക്കുക അല്ലാതെ വേറെ ജോലികളൊന്നുമില്ല എനിക്ക്. പിന്നെ എന്തായിരുന്നു, ഇപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ മക്കൾ എന്താ പറയുക, ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവരോടും നമ്മളെ ചാനലിലുള്ള കാര്യം പറയുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്നെ ലൈവൊക്കെ ഇടുമ്പോൾ നമ്മൾ ബസ്സിൽ കണ്ടില്ലേനോ പറയട്ടോ. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ബസ്സിൽ കാണുന്നതുകൊണ്ട് എനിക്ക് അത്ര പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ, എന്നോട് എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എന്നല്ല, എനിക്കൊരു ഭയങ്കര സങ്കടം ഉണ്ടായ ഒരു കാര്യമുണ്ട്. എന്നോടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുമ്പോഴൊക്കെ പറയും, അജൂസ് പഠിക്കാത്തതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് പറയുന്നത്, അത് കുട്ടീനെ ഭാവിനെ ബാധിക്കൂലേ. ഞാൻ പറയും, അത് നമ്മൾ ഒളിച്ചു വെക്കാൻ പാടില്ല, സത്യം പോലെ പറയണമെന്ന്. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് അജുവ എന്തോ കോഴിക്കോട് നിന്ന് വായിച്ച് ഒക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ട് വായിച്ച് ഏതോ കുട്ടിക്ക് കൊടുത്തു. പിന്നെ വേറെ ഉള്ള വായിക്കാൻ ഒക്കെ കിട്ടണില്ല.
അപ്പോൾ ഒരു പെണ്ണ് ചോദിച്ച് ഇവളെത്രയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് പറയാൻ ഭയങ്കര മടി ട്ടോ. കുട്ടിയൊക്കെ ആകുമ്പോൾ ഷെയിം ഉണ്ടാവില്ലേ, ഞാൻ എനിക്ക് ഇത്രയായിട്ട് പഠിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമം. അപ്പോൾ ഇവള് മടിച്ചിട്ട് 7 എന്ന് പറഞ്ഞു. ഷോ 7 പഠിച്ചിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണുങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഞാൻ വേഗം പറഞ്ഞു, ഷോ അങ്ങനെ പറയരുത് കേട്ടോ, കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് 7 പഠിക്കാൻ കഴിയണില്ലേ എന്ന് കുട്ടികളോട് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. കുട്ടികൾക്ക് ഭയങ്കര വിഷമം വരും. ആ ഒരൊറ്റ ചോദ്യം മതി ഇവരുടെ ജീവിതം ഇല്ലാതാവാൻ വേണ്ടിയിട്ട്. അവർക്ക് ടെൻഷൻ കയറിപ്പോവും. എല്ലാ മക്കളും ഒരുപോലെ അല്ല കേട്ടോ. ഞാൻ എൻ്റെ മോളെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അവനവന് കഴിവുണ്ടെങ്കിൽ അവനവന് പഠിക്കാൻ കഴിയും. നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, അങ്ങനെ രീതിയിലാണ് ഞാൻ എൻ്റെ കുട്ടീനെ പഠിപ്പിക്കുന്നത്. നിങ്ങളങ്ങനെ പറയുമ്പോൾ ഓൾക്ക് ഭയങ്കര വിഷമം വരും. അപ്പോൾ പറഞ്ഞപ്പോൾ ആ താത്തക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ചിന്തിച്ചു, ഷോ അവരോടൊരു സോറി പറയായിരുന്നു. പിന്നെ ഈ വീഡിയോ ഒക്കെ അഥവാ ആരും കാണുകയാണെങ്കിൽ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കുട്ടിക്കത് മനസ്സിൽ വല്ലാണ്ട് വേദനിച്ചു കേട്ടോ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഏത് കുട്ടികളുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും മാനിക്കേണ്ട ഒരു കാര്യം തന്നെ, കുട്ടികൾക്ക് വായിക്കാൻ അറിയില്ല വെച്ചാൽ ആ കുട്ടികളെ മറ്റുള്ളവർ കുട്ടികൾ മുന്നിലിട്ടിട്ട് കളിയാക്കരുത്. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഞാനത് പബ്ലിക്കായിട്ട് പറഞ്ഞതിനോട് എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എപ്പോഴും ഓളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്, നമുക്ക് വായിക്കാൻ അറിയില്ല, അത് അറിയില്ല എന്ന് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം, അല്ലാതെ നമ്മൾ ഒളിച്ച് വെക്കരുത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് കുട്ടിക്ക് എത്രയോ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ വീഡിയോ അവസാനിച്ചിട്ടോ. നാളെ വരാം നല്ല വിശേഷമായിട്ട്.